തിരുവിഷ്ട മിനിസ്ട്രീസ് ഡെയിലി ബുഡിലേക്ക് സ്വാഗതം. 2020 ഡിസംബർ 29 സാർവത്രിക സഭ വിശുദ്ധ ബലിമന്ധ്യേ പ്രഘോഷിക്കുന്ന തിരുവചനങ്ങൾ. വിശുദ്ധ യോഹന്നാന്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 3 മുതൽ 11 വരെയും, വിശുദ്ധ ലൂക്കാ സുവിശേഷം 2-ാം അധ്യായം 22 മുതൽ 35 വരെയും തിരുവചനങ്ങൾ. ഏറ്റവും പ്രിയപ്പെട്ടവരെ, കൃപയും സമാധാനവും നമ്മോടുകൂടെ. യേശുവിൻ്റെ ദേവാലയ സമർപ്പണമാണ് സുവിശേഷത്തിൽ നാം ചിന്തകൾക്ക് അടിസ്ഥാനമാക്കുക. എന്തിനാണ് ക്രിസ്തുവിൻ്റെ സമർപ്പണത്തെക്കുറിച്ച് നാം ആലോചിക്കുന്നത്? നാം ഓരോരുത്തരും ദൈവത്തിന് സമർപ്പിതരാണെന്ന പരമമായ സത്യം ഓർമ്മിക്കുകയും ആ സത്യത്തിലേക്ക് തിരികെ നടക്കാൻ നാം ചുവടുവെക്കുകയും ചെയ്യുകയാണ് ഇന്ന ദിനത്തിൽ. ക്രിസ്തു ഈ ലോകത്തേക്ക് വന്ന ദൈവത്തിൻ്റെ പുത്രനാണ്, ലോകരക്ഷകനാണ്. അവനെ ദേവാലയത്തിൽ സമർപ്പിക്കുകയാണ് മാതാപിതാക്കൾ. ദേവാലയത്തിൽ സമർപ്പിക്കുന്ന യേശു ആ സമർപ്പണ സമയത്ത് അവിടേക്ക് വരുന്ന ശിമിയോനാലും ആഷേർ വംശജയായ ഹന്നയാലും സ്തുതിക്കപ്പെടുന്നുണ്ട്. ശിമിയോൻ വയോധികൻ, ഇസ്രായേലിൻ്റെ രക്ഷയെ അത്യാകാംക്ഷാപൂർവം കാത്തിരുന്നവൻ. അവനോട് പരിശുദ്ധാത്മാവ് പറഞ്ഞതനുസരിച്ചാണ് അവൻ ദേവാലയത്തിൽ വരുന്നതും ശിശുവിനെ കരങ്ങളിലെടുക്കുന്നതും. എല്ലാവരുടെയും ഹൃദയവിചാരങ്ങൾ വെളിപ്പെടുന്ന സത്യത്തിൻ്റെ അടയാളവാക്കായ ക്രിസ്തുവാണ് തൻ്റെ കൈവശമുള്ളതെന്ന് അവൻ സാക്ഷ്യപ്പെടുത്തുന്നു. പരിശുദ്ധ മറിയത്തിൻ്റെ ഹൃദയത്തെ ഒരു വാൾ മുറിച്ചു കിടക്കുമെന്നും ഇവൻ വിവാദ വിഷയമാകുമെന്നും തട്ടിവീഴ്ത്തുന്ന കല്ലായി മാറുമെന്നും ഇടർച്ചയ്ക്കുള്ള പാറയാണിവനെന്നും ശിമിയോൻ പ്രഖ്യാപിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് നാം സമർപ്പിതരാകുമ്പോൾ സമാനമായ ജീവിത സാഹചര്യങ്ങളിലേക്ക് നാം കടന്നു പോകും എന്നൊരു ഓർമ്മപ്പെടുത്തൽ കൂടി ഈ വചനഭാഗത്തുണ്ട്. ജീവിതത്തിലുണ്ടാകുന്ന അസ്വസ്ഥതകൾ കേവലമായ അത്ഭുതങ്ങളോ ഒരിക്കലും സംഭവിക്കാനിടയില്ലാത്ത കാര്യങ്ങളോ ആയി ചിന്തിക്കേണ്ടതില്ല. അത് ക്രിസ്തുവിലുള്ള ഒരു നിറവേറലാണ് എന്ന പരമാർത്ഥമാണ് വചനം ഓർമ്മിപ്പിക്കുക. സത്യത്തിൻ്റെ ഭാഗത്ത് നിൽക്കാൻ, സ്നേഹത്തിൻ്റെ ഭാഗത്ത് നിലകൊള്ളാൻ നാം വിളിക്കപ്പെടുകയും ജീവിത സമർപ്പണം വഴി ക്രിസ്തുവിനോട് മാമോദിസയിൽ അനുരൂപപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്ന പരമാർത്ഥം നാം ഓർക്കണം എന്നാണ് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുക. ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളിലും ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞും അനുഭവിച്ചും മുൻപോട്ട് പോകാൻ നമുക്ക് കഴിയണമെങ്കിൽ നാം ഇങ്ങനെ ദൈവത്തിൻ്റെ സമർപ്പിതരാണ് എന്ന കാര്യം നാം ഹൃദയം കൊണ്ട് എപ്പോഴും ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം. ദൈവത്തിൻ്റെ വാഗ്ദാനം അനുസരിച്ച് എന്നെ സമാധാനത്തിൽ വിട്ടയക്കണമേ എന്ന് ശിമിയോൻ പ്രാർത്ഥിക്കുന്നു. സകല ജനതകൾക്കും വേണ്ടിയുള്ള രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞുവെന്ന് ശിമിയോൻ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറയുന്നു. സകല ജനത്തിനും വേണ്ടിയുള്ള രക്ഷയായ ക്രിസ്തുവിനെ ജീവിതത്തിൽ അനുഭവിക്കുകയും ജീവിത വഴിയിൽ മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തുകയും ചെയ്യാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. നമ്മുടെ ക്രൈസ്തവ സമർപ്പണം കൊണ്ടാണ് അത് സാധ്യമാകുക. എന്തിനു വേണ്ടിയാണ് നാം സമർപ്പിതരായിട്ടുള്ളത്? നിശ്ചയമായും ലോകത്തിൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് ജീവിക്കാനല്ല, ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരായി മാറാനാണ്. സമർപ്പണം ഒരു സ്നേഹത്തെ സംബന്ധിച്ച പ്രവൃത്തിയാണ്. ഞാൻ അവനെ അറിയുന്നു എന്ന് പറയുകയും അവൻ്റെ കൽപ്പനകൾ പാലിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളം പറയുന്നു, അവനിൽ സത്യമില്ല എന്ന് യോഹന്നാൻ ശ്ലീഹ പറയുന്നു. ദൈവജനം പാലിക്കുന്നവൻ പൂർണ്ണമായും അവൻ്റെ സത്യം വെളിപ്പെട്ടിരിക്കുന്നു, ദൈവസ്നേഹം വെളിപ്പെട്ടിരിക്കുന്നു. അവൻ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്ന അതേ വഴിയിലൂടെ നടക്കുന്നു. സമർപ്പണത്തിൻ്റെ അതേ പാതയിലൂടെ മുൻപോട്ട് പോകാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. ഒരു പുതിയ കൽപ്പനയല്ല, ആദ്യം മുതലേയുള്ളൊരു കൽപ്പനയാണ് പറയുന്നത് പറഞ്ഞുകൊണ്ട് ശ്ലീഹ പറയുന്നുണ്ട്, നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. താൻ പ്രകാശത്തിലാണെന്ന് പറയുകയും അതേസമയം തൻ്റെ സഹോദരനെ ദ്വേഷിക്കുകയും ചെയ്യുന്നവൻ ഇപ്പോഴും അന്ധകാരത്തിലാണ്. അന്ധകാരത്തിൽ നടക്കുന്നവൻ അത് തിരിച്ചറിയുന്ന പോലുമില്ല. സഹോദരനെ സ്നേഹിക്കുന്നവൻ പ്രകാശത്തിൽ വസിക്കുന്നു, അവന് ഇടർച്ച ഉണ്ടാകത്തില്ല. ഈ പ്രകാശത്തിലേക്കാണ്
നാം വിളിക്കപ്പെട്ടത് എന്ന പരമാർത്ഥം ഓർക്കുകയും ആ പ്രകാശത്തിനനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കാൻ നമുക്ക് കഴിയുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ സമർപ്പണ ജീവിതം പൂർണ്ണമാകുക എന്നാണ് വചനം ഇന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുക. ഈശ്വരേറ്റം പ്രിയപ്പെട്ടവരെ, വിശ്വാസ ജീവിതത്തിൻ്റെ ഓരോ ചുവടിലും ഈ സമർപ്പണ ബോധം നിലനിർത്താൻ, ജീവിതത്തിൻ്റെ സാധാരണത്വങ്ങളിലേക്ക് ക്രിസ്തു രഹസ്യങ്ങളുടെ സമ്പൂർണ്ണതയെ കൂട്ടിക്കൊണ്ടുവരുവാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.